Hello. Welcome to market discussion of the day. Today, November 6, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഈ തിങ്കളാഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. സോ അടുത്ത ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് കൊടുക്കുന്ന അടുത്ത ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കേണ്ട എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ക്ലാസ് നടക്കുന്നത്. 2 സമയത്തും ഒരേ ക്ലാസ് ആയിരിക്കും നടക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിൽ നോക്കുമ്പോൾ ഇന്നലെ നമുക്ക് ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ചെറിയ രീതിയിലുള്ള ന്യൂസുകൾ വന്ന് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ആയിരുന്നു. ഓക്കെ, സോ അത് ബേസിക്കലി പ്രീവിയസ് വന്നത് -32K ആയിരുന്നു, ഫോർകാസ്റ്റ് -137K ആയിരുന്നു. പക്ഷേ ആക്ച്വൽ ന്യൂസ് വന്നപ്പം 42K ആയി. ഇത് യഥാർത്ഥത്തിലുള്ളൊരു ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഓക്കെ, സോ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദ മന്ത്ലി ചേഞ്ച് ഇൻ 19 മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ആണ് ഇത് കാണിക്കുന്നത്. ദ ഇൻഡിക്കേറ്റേഴ്സ് ഡസ് നോട്ട് take agriculture into account. The calculation include data collected from about 4 lakh private enterprises. The indicator categorize the labor market and industrial sector activity. Employment growth can have positive effect in the US courts. സോ ബേസിക്കലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ആണ്. എംപ്ലോയ്മെൻറ്റ് കൂടി എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ US-ൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കൂടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ഡൗട്ടുണ്ട്. സോ ഈ ഒരു ന്യൂസ് പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂസ് ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ, സോ അതിനുശേഷം ഉള്ള ISM നോൺ മാനുഫാക്ചറിങ് PMI നോൺ ഡിക്ലെയർഡ് ആണ്. നമുക്കറിയാം ഫെഡ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. അതുകൊണ്ടിട്ട് തന്നെ ന്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് പോസിറ്റീവായിട്ടാണ് വന്നത്. -3 മില്യൺ ബാരലിൻ്റെ ഫോർകാസ്റ്റ് ആയിരുന്നു. പ്രീവിയസ് -6.8 മില്യൺ ബാരലിൻ്റെ പ്രീവിയസ് ന്യൂസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ക്രൂഡ് ഓയിലിന് വന്നിട്ടുള്ളത്. ഓക്കെ, സോ എന്നാൽ ഇന്ന് നമുക്ക് മേജറായിട്ടുള്ള ന്യൂസ് ഉള്ളത് ആക്ച്വലി നമ്മളുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അത് GBPയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം മാറി നിന്നതിന് ശേഷം നാളെ നോൺ ഫാം പേറോളാണ്, അറിയാമല്ലോ. സോ നാളെ മാറി നിന്ന് അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, പക്ഷേ എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് GBPയിൽ. സോ GBPയിൽ ബേസിക്കലി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു എന്ന് വിചാരിച്ചോ, വന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇപ്പോൾ 4% ആണ് ഫോർകാസ്റ്റിലുള്ളത്. ഓക്കെ, സോ നോർമലി US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതെന്താണോ അതേപോലെ തന്നെ ആയിരിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും കുറയ്ക്കും, കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും കൂട്ടും. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി കഴിഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ഫെഡ് കുറച്ചു 4.25 നിന്ന് 4% ആക്കിയത് കൊണ്ടിട്ട് തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ കുറച്ചാൽ GBPയുടെ റേറ്റും കുറയും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ടേക്കൺ ബൈ Monetary Policy Committee members and is published 2 weeks after the meeting. The interest rate decision is one of the most important event. Interest rate growth is seen as positive for sterling. പൗണ്ട്സിൽ പോസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ബേസിക്കലി കുറച്ച് കഴിഞ്ഞാൽ അത് പൗണ്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. പൗണ്ടിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗണ്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് GBP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കറക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, സോ 1.3 എന്താണ് കഴിഞ്ഞ ആഴ്ച 1.33
3,370 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ നിന്നാണ് 3,370 അല്ല, അതിൻ്റെ മുന്നത്തെ ആഴ്ച അതിലും മുകളിലായിട്ടുള്ളൊരു പൊസിഷനായിരുന്നു. ഓക്കെ, സോ അതാണ് ഇപ്പോൾ മാർക്കറ്റ് താഴെ വന്ന് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ മാർക്കറ്റ് നിന്നുകൊണ്ടിരിക്കുന്നത് 1.30638 മാർക്കറ്റ് ഉള്ളത്. സോ ഇത് വളരെ വലിയൊരു കറക്ഷനാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ തീരുമാനത്തിന് ശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ നമ്മുടെ GBP പെയറിൽ. ഓക്കെ, സോ നേരെ സോ ഇതാണ് നമുക്ക് ഇന്നത്തെ മേജറായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ ബെയിലിയുടെ സ്പീച്ചിന് ശേഷം മാത്രം GBPയിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കറിയില്ല. ഓക്കെ, സോ ഇത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്? നോൺ ഫാം പേറോൾ പ്രസൻസ് എ നമ്പർ ഓഫ് ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഡ്യൂറിംഗ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ US. The indicators growth can have positive effects in the US courts. സോ ബേസിക്കലി എന്താ പറയുക, കഴിഞ്ഞതും നോൺ ഡിക്ലെയർഡ് ആയിരുന്നു. ഇപ്പോൾ പ്രീവിയസ് വന്നത് 22K ആയിരുന്നു, ഫോർകാസ്റ്റ് 84K ആയിരുന്നു കഴിഞ്ഞ വട്ടം. ഈ വട്ടം ഒന്നുമില്ല, ന്യൂസും എന്താ പറയുക ഫോർകാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ വന്നാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഇന്നും GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം മാറിക്കുക. ഗോൾഡിലും ബാക്കിയുള്ള പേഴ്സിലുള്ള ആൾക്കാർ ഇന്നത്തേന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ നാളെ ഇന്ത്യൻ ടൈമിംഗ് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരുപാട് ആൾക്കാർ ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർ ട്രേഡറിൽ ഏത് ബ്രോക്കർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കമ്പനിയുടെ റെഗുലേഷൻസ് ആണ്. ആ റെഗുലേറ്റഡ് ആണോ കമ്പനി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്ത്യൻ ക്ലയൻസ് നമുക്കറിയാം ഇന്ത്യയിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ ഇല്ല. സോ ബേസിക്കലി മേജർ റെഗുലേഷൻ ഉള്ള രാജ്യങ്ങളിൽ അത് റെഗുലേറ്റഡ് ആണോ എന്ന് നോക്കുക. സോ മേജർ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് FCAയുടെ റെഗുലേഷൻ, UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക, സ്കാഡ റെഗുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷനാണ്. ഈ 3 റെഗുലേഷനും ഉള്ള കമ്പനി ആണ് സ്റ്റാർ ട്രേഡർ. അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UKയിലുള്ള ഒരു നമ്പർ 1 ബാങ്കാണ്. അവർ $100,000 വരെ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഒരു ബ്രോക്കർ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്ന് വെച്ചാൽ നമുക്ക് WikiFX പോലത്തുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ബ്രോക്കറിൻ്റെ പേര് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയൊക്കെയാണ് റെഗുലേഷൻ, എത്രയാണ് അവരുടെ റേറ്റിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഒരു 6ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 7ന് മുകളിലുള്ള കമ്പനികളൊക്കെ അത്യാവശ്യം നല്ല കമ്പനികളാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ സ്റ്റാർ ട്രേഡർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു എസ് എ ബിഗിനർ നമുക്ക് ഇക്വിറ്റി കൂട്ടാനായിട്ട് ഏറ്റവും വലിയൊരു കാര്യം അവർ ചെയ്യുന്നുണ്ടെന്നും അതെന്താ വെച്ചാൽ അവരുടെ പ്രൊമോഷനാണ്. ഓക്കെ, സോ അവരുടെ പ്രൊമോഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡെപ്പോസിറ്റ് ബോണസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഡെപ്പോസിറ്റ് ബോണസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ ബേസിക്കലി UK ക്ലയൻസിന് കുറച്ച് ഡെപ്പോസിറ്റ് ബോണസ് കൂടുതലാണ്. ഫസ്റ്റ് $1,000 100% ബോണസ്. 1000 ഇടുന്ന ആൾക്കാർക്ക് $2,000 ട്രേഡ് ചെയ്യാൻ പറ്റും. എത്രയാണോ ഇടുന്നത് അതിൻ്റെ 20% കിട്ടും. ഫോർ എക്സാമ്പിൾ $10,000 ഇടുന്ന ഒരാൾക്കാണെങ്കിൽ $13,000 ആയിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ അത് വളരെ വലിയൊരു ബോണസാണ് അല്ലേ. സോ നേരെ മറിച്ച് ഇന്ത്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് $500 50%, ടോട്ടൽ എത്രയാണോ ഇടുന്നത് അതിൻ്റെ 20% ബോണസ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ $1,000 ഇടുന്ന ഒരാൾക്ക് $1,350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് മാത്രമല്ല ബോണസ് ഉള്ളത്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടും. അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ
ബേസിക്കലി ഇതാണ് എന്താ പറയുക, ഇത് നമുക്ക് ഇവർ ഈ ഒരു ബോണസ് തരുന്നത് നമ്മൾ ഈ ഇനിഷ്യലി നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റി കൂട്ടാനായിട്ട് അവർ സഹായിക്കുന്നതാണ് എന്നുള്ളത് കാര്യം കൂടെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ നേരെ നമ്മളുടെ JPY എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് തന്നെ വരാം. JPY 153.69. നമ്മൾ ഇന്നലെയും പറഞ്ഞു JPY 154 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷേ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മളുടെ JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. 152 വരെ ഇന്ന് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിന് അത് ഡൗട്ടുണ്ട്. 152 അവിടെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇല്ലാത്ത പക്ഷം 153 അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു 100% ഉറപ്പുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും അല്ല 153 അവിടെ. 153 അവിടെ എടുക്കുന്ന ആൾക്കാർ ചെറിയ ലോട്ട് സൈസ് എടുക്കുക. കമ്പാരിറ്റീവ്ലി നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടിലും ചെറിയ ലോട്ട് സൈസ് എടുക്കുക. 152.40 താഴെ സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് വെച്ച് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 154 മുകളിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുന്നത്. ഓക്കെ, സോ ന്യൂസുകളുണ്ടാവും. ന്യൂസുകൾ ബന്ധപ്പെടുത്തി മാർക്കറ്റ് മുകളിലോട്ട് പോയി 154 മുകളിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 154 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ 153.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ബേസിക്കലി 2 എൻട്രിയാണ് നമുക്കുള്ളത്. ഒന്ന് 152 അവിടെ നിന്നുള്ള എൻട്രി, 2 154 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോഴുള്ള എൻട്രി. ഈ 2 എൻട്രിയും നമുക്ക് എടുത്തു പോകാൻ ആയിട്ട് സാധിക്കുകയും ചെയ്യും. JPYയിൽ നമുക്ക് സെൽ എൻട്രി ഇല്ല, ബൈ എൻട്രി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.1500 അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ ബേസിക്കലി നമുക്ക് ഇപ്പോൾ നമ്മളുടെ യൂറോ നിൽക്കുന്നത് 1.15 മുകളിലാണ്. 1.1500 മുകളിലായിട്ട് മാർക്കറ്റ് നേരത്തെ എൻട്രി എടുത്തിട്ടുള്ള ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് ഇതുവരെ അടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത് 1.1440 താഴെയായിട്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അത് നമുക്കൊരു ടേക്ക് പ്രോഫിറ്റ് 1.1650 വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം. ഒരു പാർഷ്യൽ ടേക്ക് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ 1.1600 നമുക്ക് അവിടെ എടുക്കാം. അവിടെ നിന്ന് നമുക്ക് 1.1650 വരെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി പ്രോഫിറ്റും എടുത്തു പോകാം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇവിടുത്തെ ലൈറ്റ് പോയി, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടുന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ ബേസിക്കലി നമ്മൾ നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 1.3066 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ GBP 1.300 എവിടെ സപ്പോർട്ട് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചുണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്, അതിനുശേഷം ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. സോ അതിനുശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇന്ന് GBPയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ GBP താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് നല്ല പൊസിഷൻ കിട്ടും, താഴെ പോയിട്ട് നമുക്ക് നല്ല പൊസിഷൻ കിട്ടും. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, നമുക്ക് മാർക്കറ്റ് എവിടെയും പോകത്തില്ല. ഓക്കെ, മാർക്കറ്റിൽ നമുക്ക് GBPയിലുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് 1.3050 ആയിരുന്നു. ഓക്കെ, സോ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് മാർക്കറ്റ് പോവുകയും 1.300 വരെ മാർക്കറ്റ് എത്തുകയും ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിങ്ങിന് 1.3050 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പണായി. അത് ഒരു 1 hour ക്യാൻഡിൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, ഒരു 4 hour ക്യാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത് ചെറുതായിട്ടൊരു മാർക്കറ്റ് ഓപ്പണിംഗ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോകണം. ഓക്കെ, സോ ബേസിക്കലി GBP എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് മാറി നിന്നിട്ട് നമുക്ക് നാളെയല്ല തിങ്കളാഴ്ച ഒരു തീരുമാനം എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. വേണം എന്നുള്ള ആൾക്കാർക്ക് 1.30
300 അവിടെ നിന്ന് പരീക്ഷണം നടത്താവുന്നതാണ്. പരീക്ഷണമാണ് കേട്ടോ. കാരണം മാർക്കറ്റ് 1.3100 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി ഇനി ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. പക്ഷേ വേണം എന്നുള്ള ആൾക്കാർക്ക് ചെറിയ ലോട്ട് എടുത്ത് പ്രോപ്പർലി സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ഗോൾഡ്. നമ്മളുടെ ഗോൾഡിൽ XAU USDയിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഡൗട്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഗോൾഡ് ബേസിക്കലി 3980 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി ഒരു 4 അവർ ക്യാൻഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും 4 അവർ ക്യാൻഡിലും നമുക്ക് 3987 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നത്തെ 4 അവർ ക്യാൻഡിൽ 3976 ഓക്കെ, സോ നമുക്ക് ഏകദേശം ചെറിയൊരു കൺഫർമേഷൻ ഉണ്ട് 3980 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി എന്നുള്ളൊരു കാര്യത്തിനകത്ത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് 3980 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ഒരു ബൈ എൻട്രിയിലോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് റീട്രേസ് ചെയ്ത് കിട്ടി 3980 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ എൻട്രി ചെയ്ത് പോകാം. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3980 മുകളിലായിട്ടാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല, കാരണം അത് കിട്ടിയ സമയത്തൊക്കെ ഇവിടെ രാത്രിയായിരുന്നു. ഓക്കെ, സോ എനിക്ക് പറയാനായിട്ടുള്ള റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ മാർക്കറ്റ് ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചും അതും ഗോൾഡിനെ ചെറുതായിട്ടെങ്കിലും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നുണ്ട്. സോ അതും ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കും. നാളെ നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസും ഉണ്ട്. ഓക്കെ, സോ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് 3980 കിട്ടിക്കഴിഞ്ഞാൽ ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. 4015 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ there is a breakout chance and market will be going up. അവിടെയും 4030 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അത് റെസിസ്റ്റ് ചെയ്ത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സോ ആക്ച്വൽ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്ന് നമുക്ക് 3980 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ലോട്ടെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡാണ് കേട്ടോ. ഇന്നലെയൊക്കെ പോയ ലോയുടെ താഴെയായിട്ട് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 3956 വരെയൊക്കെയാണ് മാർക്കറ്റ് ഇന്നലെ പോയത്. 3950 അടുത്തൊക്കെ $30 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഓക്കെ, സോ ഓൾറെഡി എടുത്തിട്ടുള്ള ആൾക്കാർ 4030 അടുത്തൊക്കെ വെച്ചിട്ട് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. $30 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അറ്റ്ലീസ്റ്റ് $45 ടേക്ക് പ്രോഫിറ്റ് വെക്കുക. 1:1.5 റേഷ്യോയിലെങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിച്ച് 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും മാക്സിമം 20% കൂടുതൽ ഇക്വിറ്റിന്ന് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ $10,000 ഒരു അക്കൗണ്ട് ആണ് എങ്കിൽ നമുക്ക് മാക്സിമം $2,000 നമുക്ക് 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോകാനായിട്ട് നമ്മൾ റിസ്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു കേസിൽ നമ്മൾ എത്ര ലോട്ട് സൈസ് എടുക്കണം? 0.2 ലോട്ട് സൈസ് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ $50 അല്ലെങ്കിൽ $37.5 ആയിരിക്കും ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടത്. 1:2 അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ. ഓക്കെ, സോ അങ്ങനെ വെക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വിടുക. ഓക്കെ, പ്രോഫിറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ
തിങ് വാട്ട് വി ഡസ് ഇൻ ദ മാർക്കറ്റ് അല്ലേ, നമ്മൾ എന്താണോ മാർക്കറ്റിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ $25 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? $25 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്ക് നാല് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ 0.2 ലോട്ടിൽ $500 ആയിരിക്കും ലോസ് വരുന്നത്. അങ്ങനെ 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ $2,000 വരെ ലോസ് വന്നേക്കാം. സോ ആ ഒരു കണക്കിൽ വേണം നമ്മൾ ട്രേഡുകൾ എടുത്തു പോകാൻ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ള റെക്കമെൻഡേഷൻ എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അതിൽ കൂടുതലൊരു റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഈ ഒരു റൂള് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും ലോങ്ങർ ടേമിൽ ഓക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലോസുകൾ ഉണ്ടാവുന്നത്, നിങ്ങൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു പ്രോപ്പർ നല്ല ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി ആണെങ്കിൽ പോലും നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഒരു ബെറ്റർ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് ഓവർ എ പോയിന്റ് ഓഫ് ടൈം, ഇന്നും നാളെയും കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വലിയ $1,000 ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ലോങ്ങർ ടേമിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇതൊരു ബേസിക് റൂളാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ മാത്തമാറ്റിക്സിൽ ബിലീവ് ചെയ്യുക. സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റിലും ഉള്ള റേഷ്യോയിൽ പ്രോപ്പറായിട്ട് ബിലീവ് ചെയ്ത് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ ഒന്നും ചെയ്ത് കളയില്ല, കാരണം 4015 റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.